ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ഇയർ എൻഡിലും പൊതുവേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാന്താ റാലി അത് നടക്കാൻ ഇനി ഒരു ട്രേഡിംഗ് ഡേ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേ സിനാരിയോ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇയർ എൻഡിലെ മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 2024 ഡിസംബർ 24 ക്ലോസ് ചെയ്ത് 23,727 എന്ന പ്രൈസിലായിരുന്നു. അതിനുശേഷം ഡിസംബറിലുള്ള ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയും അതുപോലെ ജനുവരിയിലെ 2 ട്രേഡിംഗ് ഡേയും, അങ്ങനെ മൊത്തം 7 ട്രേഡിംഗ് ഡേ. ഈ ഒരു ട്രേഡിംഗ് ഡേയിലാണ് നമ്മൾ സാന്താ റാലി നടക്കുക എന്ന് പറയാറുള്ളത്. അപ്പോൾ 2025 ജനുവരി 2-ാം തീയതി നിഫ്റ്റി അന്ന് ക്ലോസ് ചെയ്തത് 24,188 എന്ന പ്രൈസിലാണ്. അപ്പോൾ അവിടെ 461 പോയിന്റിൻ്റെ ഒരു റാലിയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഈ സാന്താ ഡേയ്സിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ ആ ഒരു ലാസ്റ്റ് 7 ഡേ ട്രേഡിംഗ് ഡേയിലുള്ള ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 2-ാം തീയതി മാത്രമാണ് കാര്യമായ മുന്നേറ്റം ഉണ്ടായത്. ഈ 461 പോയിന്റ് ഗെയിനിൽ 442 പോയിന്റും ഗെയിൻ നേടിയത് ഈ ജനുവരി 2-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ജനുവരി 2-ാം തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 അവസാനത്തെ ഈ ഒരു ഡിസംബർ മാസത്തെ ആ 5 ട്രേഡിംഗ് ഡേയും ഇപ്പോൾ ഇന്ന് ഒരു ട്രേഡിംഗ് ഡേ അടക്കം 6 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയുള്ള നിഫ്റ്റിയുടെ നേട്ടം ഫ്ലാറ്റാണ്, യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും. കാരണം 26,142 24-ാം തീയതി ഡിസംബറിൽ നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 26,146 അവിടെ വെറും ഒരു 4 പോയിന്റിൻ്റെ ഒരു ഗെയിൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആക്ച്വലി ദർ ഇസ് നോ ഗെയിൻ. അപ്പോൾ ഇനി ആകെ ഒരു പ്രതീക്ഷയുള്ളത് ഈ ഒരു ട്രേഡിംഗ് ഡേ മാത്രമാണ്. അപ്പോൾ നാളെ ഒരു റാലി നടക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡ് മാർക്കറ്റ് ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. സ്മോൾ ക്യാപ്പിലൊക്കെ കാര്യമായ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടന്നിട്ട് കാണാം. എന്നാൽ ബ്രോഡ് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ തന്നെയാണ് കൂടുതലുള്ളത്. 49% മുകളിലുള്ള സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 46% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. ഇന്ന് നിഫ്റ്റി ഇൻഡെക്സുകളിൽ മേജർ ക്രാഷ് നടന്നത് FMCG ഇൻഡെക്സിലാണ്. 3% ഒരു ക്രാഷ് അവിടെ നടക്കുകയുണ്ടായി. കൂടാതെ ഫാർമ, ഹെൽത്ത് കെയർ, കെമിക്കൽസിലൊക്കെ നേരിയ തോതിലുള്ള ഡിക്ലൈനും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ FMCGയിലുണ്ടായ ഈ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത് ITCയിലുണ്ടായിട്ടുള്ള 10% ഡിക്ലൈനാണ്. ITC പോലെയുള്ള ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്കിൽ 10% താഴോട്ടേക്ക് വരിക എന്നുള്ളത് ഒരു അപൂർവ സംഭവമാണ്. അപ്പോൾ ഇവിടെ അതിന് കാരണമായിട്ട് കാണാൻ കഴിയുന്നത് ഗവൺമെൻറ് ടൊബാക്കോ പ്രൊഡക്റ്റുകളിൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ്. അപ്പോൾ അത് ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. നമുക്കറിയാം ITC എന്ന് പറയുന്നത് FMCG ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. ITCയുടെ വെയിറ്റേജ് ഏകദേശം 32%. അപ്പോൾ സ്വാഭാവികമായിട്ടും ITCയിൽ 10% ക്രാഷ് ഉണ്ടാകുമ്പോൾ FMCG സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടാവും. കൂടാതെ ITC നിഫ്റ്റിയിലും കാര്യമായ വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് നിഫ്റ്റിയെയും നേരിയ തോതിൽ ഇത് ബാധിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് നമ്മൾ കണ്ടത്. ഇന്ന് സെക്ടർ വൈസ് നമ്മൾ നോക്കുമ്പോൾ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ഓട്ടോ സെക്ടർ മാത്രമാണ്. 1% കൂടുതൽ റാലി നടന്ന ഒരേ ഇൻഡെക്സ് ഓട്ടോ ഇൻഡെക്സ് മാത്രമാണ്. അപ്പോൾ അവിടെ പല ലീഡിംഗ് ഓട്ടോ സ്റ്റോക്കുകളും റെക്കോർഡ് ഹൈയിലേക്ക് പോയതായിട്ട് കാണാം. ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അശോക് ലേലൻഡ്, TVS മോട്ടോഴ്സൊക്കെ ശക്തമായ മുന്നേറ്റമാണ് ഇന്ന് നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ഓട്ടോ ഇൻഡെക്സ് പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയത്. ഓൾമോസ്റ്റ് 3% ഒരു മുന്നേറ്റം ഓട്ടോ ഇൻഡെക്സിൽ ഉണ്ടായിട്ടുണ്ട്. ഓവറോൾ കഴിഞ്ഞ 6 മാസത്തെ ഓട്ടോ ഇൻഡെക്സിലുള്ള റാലി ഏകദേശം 18%. അപ്പോൾ ഇന്നത്തെ ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്കിലുള്ള മുന്നേറ്റത്തിന് കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഓട്ടോ സെയിൽസ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഓട്ടോ മാനുഫാക്ചേഴ്സിൻ്റെ ഓട്ടോ സെയിൽസ് അപ്ഡേറ്റിൽ നല്ലൊരു ജമ്പാണ് സെയിൽസിൽ ഉണ്ടായത് എന്ന് കാണാൻ കഴിയും. ഇനി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 2026 എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകൾ അവരുടെ വ്യൂ പുറത്തുവിട്ടതായിട്ട് കാണാം. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ വലിയ ലോസാണ് നടത്തിയിട്ടുള്ളത്. അതിന് മുമ്പത്തെ ഇയറിൽ ഉണ്ടാക്കിയ എല്ലാ ഗെയിനും ഇറേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് നമ്മൾ കണ്ടത്. എന്നാൽ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനത്തോടുകൂടി നിഫ്റ്റി ഒരു തിരിച്ചുവരവ് നടത്തി അതിൻ്റെ ഓൾ ടൈമായി തിരിച്ചു പിടിച്ചു. ഏകദേശം 14 മാസത്തോളം നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണത് നടന്നത്. അപ്പോൾ ഏകദേശം 2000 പോയിന്റിൻ്റെ ഒരു ഉയർച്ച, ഏകദേശം 9% ഒരു അപ്സൈഡ് മൂവാണ് നിഫ്റ്റി ഈ 2025 ഇതുവരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 2026 നമ്മൾ പോകുന്നത് ഒരു ബ്രേക്ക്ഔട്ടിലേക്കാണോ അതല്ല ഒരു കൺസോളിഡേഷനിലാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ബ്രോക്കറേജുകൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളുടെ ടാർഗറ്റ് പുറത്തുവിട്ടതായിട്ട് കാണാം. അതിൽ മോർഗൻ സ്റ്റാൻലി സെൻസെക്സിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 1,07,000 എന്ന ലെവലാണ്. അപ്പോൾ 2026 ഡിസംബറിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്യുമെന്നാണ് മോർഗൻ സ്റ്റാൻലി പറയുന്നത്. പക്ഷേ അവിടെ ബുൾ കേസ് സിനാരിയോ ആണെങ്കിലാണ് അത് നടക്കുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലോസിംഗ് നടക്കുകയാണെങ്കിൽ അത് 26% ഒരു റാലി ആയിരിക്കും.
എന്നാൽ ബുൾ മാർക്കറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ സെൻസെക്സിന് അവർ വെച്ചിട്ടുള്ള ടാർഗറ്റ് 95,000 ആണ്. അത് ഏകദേശം 12% ഒരു അപ്സൈഡ് മൂവ് ആണ്. അതുപോലെ മറ്റൊരു പ്രമുഖ ബ്രോക്കറേജ് ആയിട്ട് നൊമൂറ, അവര് ഇന്ത്യൻ ഇക്വിറ്റിയിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ടാർഗറ്റ് 29,300 ആണ്. അത് ഏകദേശം നിലവിലുള്ള ലെവലിൽ നിന്നും 13% ഒരു ഗെയിൻ ആയിരിക്കും. അപ്പോൾ നൊമൂറ അവിടെ കുറച്ചുകൂടി കോഷ്യസ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഗോൾഡ്മാൻ സാക്സ് നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യൻ ഇക്വിറ്റി ഓവർ വെയിറ്റ് എന്നുള്ള നിലയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി 50യിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 12% ഗ്രോത്താണ്. അതായത് 2026 ഡിസംബർ അവസാനം 29,000 ലെവലിലേക്ക് നിഫ്റ്റി ഉയരുമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. ഇനി ഇന്ത്യൻ ഡൊമസ്റ്റിക് ബ്രോക്കറേജിലെ കൊഡാക് സെക്യൂരിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നിഫ്റ്റിയുടെ ടാർഗറ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് 23.5% ആണ്. അപ്പോൾ കറണ്ട് ലെവലിൽ നിന്നും നിഫ്റ്റി 32,000 എന്ന ലെവലിൽ ടച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ബുൾ കേസ് സിനാരിയോ ആണെങ്കിലാണ് അത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവുക. ബേസ് കേസ് സിനാരിയോയിൽ അവർ പറയുന്നത് 29,120 എന്ന ടാർഗറ്റാണ്. അതായത് 12% ഒരു മുന്നേറ്റം മാത്രമാണ് അവർ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു ബിയർ മാർക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഏകദേശം 1% ഒരു ഫോൾ മാത്രമാണ് അവർ പ്രവചിക്കുന്നുള്ളൂ. 26,200 എന്ന ലെവലായിരിക്കാം ഇൻ കേസ് ഒരു ബിയർ മാർക്കറ്റാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്. ഇനി ആക്സിസ് സെക്യൂരിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 28,100 എന്ന ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത്. വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. 8% മാത്രമുള്ള ഒരു ടാർഗറ്റാണത്. എന്നാൽ ഒരു ബുൾ മാർക്കറ്റ് വരികയാണെങ്കിൽ പോലും അവർ 14% ഒരു ടാർഗറ്റ് മാത്രമാണ് വെക്കുന്നത്. അതായത് 29,500 എന്ന ലെവലാണ് നിഫ്റ്റി ടച്ച് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. ആക്സിസ് സെക്യൂരിറ്റീസ് ഒരു ബിയർ കേസ് സിനാരിയോ കൂടി പ്രവചിക്കുന്നുണ്ട്. അവർ 24,000 എന്ന ലെവലിലേക്ക് നിഫ്റ്റി താഴാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ 7% ഒരു ഫോളാണ് അവർ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രമുഖ ബ്രോക്കറേജായിട്ടുള്ള MK ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ പ്രവചനം നിഫ്റ്റി 12% ഒരു മൂവ് ഡിസംബർ അവസാനം ഉണ്ടാകുമെന്നാണ്. ഏകദേശം 29,000 എന്ന ലെവലിൽ നിഫ്റ്റി ടച്ച് ചെയ്യുമെന്നാണ്. അപ്പോൾ അവർ ഡിസ്ക്രിഷണറി, ഇൻഡസ്ട്രിയൽസ്, ഹെൽത്ത് കെയർ, മെറ്റീരിയൽ പോലെയുള്ള സെഗ്മെൻറ്റിൽ ഓവർ വെയ്റ്റ് എന്നുള്ള പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ആയിട്ടുള്ള HSBC അവർ സെൻസെക്സ് ഏകദേശം 11% ഒരു ജമ്പ് നടത്തുമെന്നാണ് പ്രവചിക്കുന്നത്. അതായത് 2026 ഡിസംബർ ആകുമ്പോഴത്തേക്കും 94,000 എന്ന ലെവലിലേക്ക് സെൻസെക്സ് എത്തുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് നിഫ്റ്റിയുടേത് നമ്മൾ കാണുന്നത് ഒരു 11 മുതൽ 12% വരെ മാത്രമാണ്. എന്നാൽ ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ അത് 20% മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുമാണ് ബ്രോക്കറേജുകൾ പ്രവചിക്കുന്നത്. എന്നാൽ ഒരു ബിയർ മാർക്കറ്റ് ഭൂരിപക്ഷം ബ്രോക്കറേജുകളും പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ്. ഇനി പല പ്രമുഖ ബ്രോക്കറേജുകളും പ്രവചിച്ചിട്ടുള്ള ഹൈ കൺവിക്ഷൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചോയ്സ് ബ്രോക്കിംഗ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ട് അവർ പിക്ക് ചെയ്തതായിട്ട് കാണാം. 4,000 മുതൽ 4,150 എന്നുള്ള ടാർഗറ്റാണ് അവരത് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ മാരിക്കോ ഇതേപോലെ ഒരു 820, 855 എന്ന ടാർഗറ്റിലേക്ക് ഉയരുമെന്നും, അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം അതിൻ്റെ ടാർഗറ്റ് 525, 550 എന്ന ലെവലിലേക്ക് ഉയരുമെന്നുമാണ് ആ ഒരു ബ്രോക്കറേജ് പ്രവചിക്കുന്നത്. ഇനി മോട്ടിലാൽ ഓസ്വാളിൻ്റെ ന്യൂ ഇയർ പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ HCL ടെക്നോളജീസാണ് അവർ IT സെഗ്മെൻറ്റിലുള്ള അവരുടെ പ്രധാനപ്പെട്ട പിക്ക്. മറ്റൊന്ന് പൂനാവാല ഫിൻകോർപ്പാണ്. അവിടെ ഒരു 27% ഒരു അപ്സൈഡാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ സെഗ്മെൻറ്റിലുള്ള മറ്റൊരു പ്രധാന സ്റ്റോക്കായിട്ടുള്ള പ്രിവി സ്പെഷ്യാലിറ്റി കെമിക്കൽസിന് ഇവർ 21% ഒരു ടാർഗറ്റും നിശ്ചയിച്ചായിട്ട് കാണാം. ഇതുപോലെ ഭാരതി എയർടെൽ, SBI, എറ്റേണൽ, TVS മോട്ടോഴ്സ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, ബയോകോൺ പോലെയുള്ള സ്റ്റോക്കുകളും ഇവരുടെ ന്യൂ ഇയർ പിക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ജെഫ്രീസ്, റെലിഗെയർ, എലാറ സെക്യൂരിറ്റീസ് പോലെയുള്ള ബ്രോക്കറേജുകളുടെ ഒരു കോമൺ ആയിട്ടുള്ള പിക്സ് നമ്മൾ കാണുന്നത് സൊമാറ്റോ ആണ്. ഇപ്പോൾ സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റിൻ്റെ ആ ഒരു ക്വിക്ക് കൊമേഴ്സ് മോഡൽ അത് വളരെയധികം സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയാണ് അവർ പ്രവചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൊമാറ്റോ ഒരു ന്യൂ ഇയർ പിക്കാണ്. അതേപോലെ ഡൊമസ്റ്റിക് സേവിങ്സ്, അതായത് സാധാരണക്കാർ കൂടുതലായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഗ്രോ ആണ് മറ്റൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് ഈ ബ്രോക്കറേജുകൾ മുന്നോട്ട് വെക്കുന്നതെന്ന് കാണാം. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിൽ സൈഡസ് ലൈഫ് സയൻസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പിക്ക് ഈ ജെഫ്രീസും റെലിഗെയറും എലാറയും ഒക്കെ പറയുന്നത്. ഇനി പല പ്രമുഖ ബ്രോക്കറേജുകളുടെയും സെക്ടർ ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ JP മോർഗൻ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന സെക്ടറുകൾ സിമെൻ്റ് ആൻഡ് മെറ്റൽ, ഫൈനാൻഷ്യൽസ്, കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, FMCG എന്നിവയാണ്. എന്നാൽ IT-യും ഫാർമയും അവരിപ്പോഴും അണ്ടർ വെയ്റ്റ് ആണ്. ഇനി മോർഗൻ സ്റ്റാൻലിയിലേക്ക് വന്നാൽ അവർ ഫൈനാൻഷ്യൽസ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ സെഗ്മെൻറ്റിലാണ് അവർ വളരെ പോസിറ്റീവ്. എന്നാൽ അവർ എനർജിയിലും ഹെൽത്ത് കെയറിലും അണ്ടർ വെയ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം.
താങ്ക് ഫോർ വാച്ചിങ്. See you next time with another video.